ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാ. ഇതിനു മുന്നേ എന്നെ കാണുകയോ പരിചയപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, ആദ്യമായിട്ടാ. കണ്ടിട്ടില്ല? യൂട്യൂബിൽ കൂടെ കണ്ടു. യൂട്യൂബിൽ കൂടെ കണ്ടത് അധികമായില്ലല്ലോ കണ്ടിട്ട്, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സ്ഥിരം എൻ്റെ വാച്ചറാണ്. അതെ. ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം പറയാം. നിങ്ങൾ ഈ തീരുമാനം ഇവിടെ വരണമെന്ന് പറഞ്ഞെടുത്തത് ഒരു തിങ്കളാഴ്ചയാണ്. ആണോ? നിങ്ങൾ ഇവിടെ വന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. എന്നോട് പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യം പറഞ്ഞു. ആദ്യം വരുന്ന ആൾ ആരാണോ അയാളോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചു. ആദ്യം വന്ന ആൾ ആരാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ആദ്യം വന്ന ആൾ ആരാന്ന് ചോദിച്ചപ്പോൾ ആരോ എന്നെ കാണിച്ചു. ഈ വന്നതാണ് ആദ്യത്തെ ആളെന്ന് പറഞ്ഞു. അമ്മാമയാണോ ആദ്യം വന്നേ? അമ്മാമയാണ് ആദ്യം വന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ അച്ഛൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എന്തുവാ? യെസ്. HANJI. ഇത് പക്ഷെ അതുപോലെ തന്നെ ശാന്തി. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സ്കെച്ച് ചെയ്തെടുത്തപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത് ഈ തിരുവനന്തപുരം മേഖലയാണ് കാണിച്ചത്. എവിടെ നിന്ന്? പാസ്റ്റർ നേരത്തെ പറഞ്ഞ ആര്യനാട് കുടുംബമാണ്. പിന്നെ പാസ്റ്റർ പാറശാല എന്ന് പറഞ്ഞില്ലേ, പോത്തൻകോട്, അവിടെയാണ് ഇപ്പൊ വാടകയ്ക്ക് താമസം. മാമ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് പറയാം. എന്നെ കർത്താവ് കാണിക്കുന്ന കാഴ്ച, ഒരു നഷ്ടപ്പെട്ടവളുടെ മുഴുവൻ വേദനയും നിങ്ങളുടെ അകത്തുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ശരിയാണോ? കറക്റ്റാണ്. എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മനസമാധാനമില്ല. രണ്ട്, ഏറ്റവും വലിയ വിഷയം ഉറക്കമില്ല. ശരിയാണോ? പറയരുത്, ഞാൻ പറയാം. അമ്മാമ എടുത്തിയാൽ അമ്മാമ യെസ് ഓർ നോ. ഞാൻ പറഞ്ഞ കള്ളത്തരമാണെങ്കിൽ ഇത് കള്ളമാണെന്ന് പറഞ്ഞേക്കണം, ശരിയാണെങ്കിൽ ഇത് ശരിയാണ് എന്ന് പറഞ്ഞാൽ, ഇച്ചൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, അമ്മാമ ഉറങ്ങുന്ന സമയം 2:30 മണി ആ റേഞ്ചിലാണ് ഉറങ്ങുന്നത്. ആണോ? അതെ. അതുവരെ ഉറക്കം ഇല്ല, വരത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ കർത്താവ് കാണിക്കുന്നു. നമുക്ക് ആര്യനാടുന്ന് തുടങ്ങാം. കാരണം അവിടുന്ന് തുടങ്ങിയ ശാപം അവിടെ വെച്ച് മുറിക്കണം. ആര്യനാട് തുടങ്ങാൻ പോവാം. നിങ്ങൾ 3 സഹോദരരാണ്. അതെ, 3 പേരെ കാണും. 3 സഹോദരരാ. 2 പെണ്ണ്, 2 പെണ്ണ്, ഒരാണ്. അതെ, ഓക്കെ. പ്രാർത്ഥിച്ചോ? എന്നെ കർത്താവ് കാണിക്കുന്നൊരു കാഴ്ച പറയാം. 3 മക്കളാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അമ്മയോട് എന്ന് ചോദിക്കണം, എത്ര മക്കളുണ്ടായിരുന്നു ചോദിക്കണം. 3 അല്ലായിരുന്നു, 4 പേരായിരുന്നു. അതിലൊരാൾ ചെറുപ്പത്തിലെ മരിച്ചു പോയത്, ജനനത്തിങ്കൽ മരിച്ചു പോയതാ. അമ്മയുണ്ടോ? ഉണ്ട്, ചെന്ന് ചോദിക്കണം. ജനനത്തിങ്കൽ ഏറ്റവും മൂത്ത ഒരാൾ ജനനത്തിങ്കൽ പോയി. അതിനുശേഷം വന്ന 2 പെണ്ണും ഒരാണുമാണ് നിങ്ങളിപ്പം ഉള്ളത്. ഓക്കെ. ആ വീടും വസ്തു ഇപ്പം ആരുടെ കയ്യിലാണ്? പോയോ? അത് ആര്യനാട്ടെ സഹോദരൻ്റെ കയ്യിലായിരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടി വന്ന ചെറുപ്പം, ഒരുപാട് വേദനിച്ച് വന്ന ചെറുപ്പമാണ്. എന്നെ കർത്താവ് കാണിക്കുന്നൊരു കാഴ്ച പറയാം. ഞാൻ ഈ കാണുന്നത് റബ്ബറും തോട്ടം കാണിക്കുന്നു. റബ്ബറും തോട്ടം പോലുള്ള ഉണ്ട്. ആര്യനാടാണോ അത്? റബ്ബറും തോട്ടം. അതെ. റബ്ബറും തോട്ടത്തിൽ ഈ പഴയ, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പറയാം, പഴയ ഈ നിങ്ങൾ താമസിച്ചിരുന്ന പണ്ട് ഓർമ്മയിലുണ്ടോ? ഒരു ഓലപ്പേരയാന്ന് ഓർമ്മയിലുണ്ടോ? അതെവിടാ? അതാ ഒരു അതെവിടാ? അത് അവിടെ ഉണ്ട് വീട്. അവിടുത്തെ അവിടെ, കാരണം വലിയ ഒരു പൊക്കത്തിരിക്കുന്നൊരു
അതേതാ അതവിടെ ആണോ? അത് ഇടുക്കിയിലാണ്. ഇവിടുന്ന് കറങ്ങി ഞാൻ അവിടെ ആയിരുന്നോ ചെന്ന് നിന്നത്? പോയത് അവിടെ, ചെന്നത് ഇവിടെ. അതെങ്ങനെ ആത്മാവേ എന്നെ എങ്ങോട്ടാകും? ഓക്കെ 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 ഓക്കെ, അത് കൊള്ളാം, നല്ലൊരു ഐഡിയ. ഇത് രണ്ടും, ഇടുക്കിയിലെ വീടും റബ്ബറും തോട്ടമല്ല, മരങ്ങളുടെ ഇടയിലാണ് വീട്. ആര്യനാട്ട് വീട് റബ്ബറും തോട്ടത്തിന് ഇടയ്ക്കുവാ. അങ്ങനെ ഒരു വീടുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെയാ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ? ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് പോയതാണോ? ഇടുക്കിയിൽ നിന്ന് ആര്യനാടേക്ക് വന്നു. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 15 വർഷമായ നിങ്ങളുടെ ദുരിതത്തെ ദൈവം എടുത്ത് മാറ്റാൻ പോകുന്നു. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് പോത്തൻകോട്. നമ്മൾ പോകുന്ന വഴിക്കില്ലേ പോത്തൻകോട് എയർപോർട്ടിലോട്ട് തിരിയുന്ന, ലോഞ്ഞാട് ലെഫ്റ്റിലോട്ട് തിരിയുന്ന റൈറ്റാ, അറിയത്തില്ല വഴിയാണ്. പോത്തൻകോട് സ്വന്തം വീടല്ലല്ലോ, അല്ല, വാടകയ്ക്ക. 2 മക്കളാണ്. 2 മക്കളെ കാണിക്കുന്നു. ഒരാണും ഒരു പെണ്ണും. ഓക്കെ. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഓക്കെ, വീട്ടിൽ വരുമ്പോൾ നെഗറ്റീവ് പറയും. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. പാസ്റ്ററിനെ പേഴ്സണലായിട്ട് കണ്ട് പ്രാർത്ഥിക്കും. ഒന്ന് വിളിച്ചോണ്ട് വരാമോ? നീ എന്ത് ചെയ്യുന്നു? നിന്റെ പാസ്പോർട്ട് എന്ത് ചെയ്യേ? നീ വെള്ള കോട്ടിട്ട് ധരിച്ചു നിൽക്കുന്ന ഞാൻ കാണുന്നു. നേഴ്സാ. ആ പാസ്പോർട്ടിങ് കൊണ്ടുവാ. ഏത് രാജ്യമാ? UK ആണോ? എത്ര ടെസ്റ്റ് തോറ്റു? 4 ടെസ്റ്റ് തോറ്റു. 5ാമത്തേന് ജയിപ്പിക്കട്ടെ. ജയിച്ചില്ലെങ്കിൽ നീ ഡിപ്രഷൻ മൂഡിലായി പോകും. ഓൾമോസ്റ്റ് നീ ഇപ്പം വേദന തിന്നാ നിൽക്കുന്നത്. ജയിക്കുന്നില്ലെന്നുള്ള പരാതിയും ആകെ ആരാ കൂടെ വന്നേ? വേർ ഇസ് മമ്മി? മമ്മി ആകെ വിഷമിച്ചാ നിൽക്കുന്നത്. മമ്മി ഈ 5ാം തവണ ജയിപ്പിക്കാൻ പോയി. യേശുവിന്റെ നാമത്തിൽ ജയിക്കട്ടെ. അടുത്ത ടെസ്റ്റ് പാസ്സാകും. ഡോണ്ട് ക്രൈ, ജീസസ് ഈസ് അലൈവ്. പോയിരുന്നു. ഇനി വന്നേ. അല്ല, മോളല്ല, ഇനി വന്നേ. രാപകല മൂലം കർത്താവ് എന്നെ കാണിച്ച് ബാബു അവിടെ ബാബു എന്ന് കാണിച്ചു. എന്താ പേര്? ബാബു. താഴെ എന്തിനാ പോയി നിന്നേ? എന്നെ പേടിച്ചിട്ടാണോ? പിന്നെ എന്തിനാ പോയി നിന്നേന്ന് പറ, കേക്കട്ടെ. പറ. നല്ല പരിപാടിയാണല്ലോ ഇത്. പൗജ, കുറച്ച് കാര്യങ്ങൾ അമ്മാവോട് ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ വീട് ശരിക്കും തിരുവനന്തപുരത്താണോ? കുടുംബം എവിടെയാ? കഴക്കൂട്ടം. ഞങ്ങളുടെ ഈ മേഖലയുമായിട്ടൊരു ബന്ധം കാണുന്നതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ. എന്തോ പോത്തൻകോട്. ഓക്കെ. എന്തോ ചെയ്യുന്നത്? ഞാനിപ്പോ ഗൾഫിലായിരുന്നു. ഇപ്പൊ വെറുതെ നിൽക്കുന്നു. വാട്ടി വന്നു. ഒന്നുമില്ലാത്ത കൈയാണല്ലോ. ഗൾഫിലാന്ന് പറഞ്ഞിട്ട് കയ്യിലെങ്ങും ഒന്നുമില്ല. മെക്കാനിക്കൽ ഡിവിഷനിലായിരുന്നു. ഡ്രൈവറായിട്ടായിരുന്നു. മെക്കാനിക്കൽ കാണിക്കുന്നോട് ചോദിച്ചാ? അറിയാം. നേരത്തെ മെക്കാനിക്കൽ ആയിരുന്നു.
എടാ ഞാൻ മെക്കാനിക്കലാണ് കാണുന്നത്. ഏത് രാജ്യത്തായിരുന്നു? ബഹ്റൈൻ. ബഹ്റൈൻ ചില പ്രശ്നത്തിലാണ് ഓടുന്നത്, നല്ല വിഷയത്തിലാണ് ഓടുന്നത്. അധ്വാനിച്ചു, ഒന്നും നേടിയില്ല. നിങ്ങൾക്ക് വസ്തു ഉണ്ടോ? ആ വസ്തു ഉണ്ടല്ലോ, വിറ്റു, അതും വിറ്റു. അതെവിടായിട്ടാ? അത് കഴക്കൂട്ടത്താണോ വസ്തുവും വീടും ഉണ്ട്? ഞാൻ ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോണം. വസ്തുവും വീടും വേണോ? വേണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കിട്ടുമെന്ന് തോന്നില്ല, പക്ഷെ എൻ്റെ കർത്താവ് വിചാരിച്ചാൽ അത് കൈ കിട്ടും. എവിടെ നഷ്ടപ്പെട്ടു പോയ അവിടെ കൊണ്ടുവരും. സമ്മതിച്ചോ? കഴക്കൂട്ടത്ത് പോകാൻ, കഴക്കൂട്ടത്തിനെ പിടിക്കാം. സമ്മതിച്ചോ? ശരി. ഇപ്പൊ വിറ്റുപോയ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വസ്തു ഇങ്ങ് വാങ്ങിച്ചാലോ? സമ്മതിച്ചോ? ഞാൻ ഇന്നലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച വിഷയം ഇതാണ്. മൈക്ക് നേരെ പിടിച്ചോണം. നമ്മൾ ഈ വസ്തുവിലേക്ക് പോകാൻ പോവാ. കഴക്കൂട്ടത്തുനിന്ന് ഞാൻ നിങ്ങളുടെ ആ വിറ്റ വീടിൻ്റെ അടുക്കലോട്ട് വരാൻ പോവാ. വിറ്റ വീടിൻ്റെ അടുക്ക വരുന്നത് എങ്ങനെ? അപ്പം വേറെ രണ്ടുപേരും അവരാശിച്ചു മോഹിച്ച് താമസിക്കുന്ന ആളുകളാണ്. ഈ ഞാൻ കാണുന്ന കാഴ്ച പറയാം. എന്നോട് കഴക്കൂട്ടം എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടൊരു വഴിയാണ് എന്നെ കർത്താവ് കാണിക്കുന്നത്. ഈ പ്രോപ്പർ കഴക്കൂട്ടം അല്ലാതെ ആ സ്ഥലം തൊട്ടടുത്ത്, കാരണം വലിയ വീതിയില്ലാത്തൊരു വഴി കാണിക്കുന്നു. പോവും. ഒരു എന്നുവെച്ചാൽ ഒത്തിരി വീതിയല്ല, രണ്ട് മതിലിൻ്റെ ഇടയിൽ കൂടുള്ള ആന്നല്ലേ, അതിനോട് ചേർന്നൊരു വഴി കാണിക്കുന്നു. അതിങ്ങനെ റെയിൽവേയുടെ ആണോ ഇത്? അല്ലേ? റെയിൽവേ സ്റ്റേഷനും ഒക്കെ കാണിക്കും. അത് കഴിഞ്ഞ് റെയിൽവേ ലൈനാ? സ്റ്റേഷൻ കാണുന്ന കൊണ്ട് ചോദിച്ചതാ. ഈ വഴി നടന്ന് ഒരു 150 മീറ്റർ അപ്പുറത്താണോ നിങ്ങളുടെ വീട്? അതെ. നമ്മൾ ഈ വിറ്റ സ്ഥലത്തോട്ടായി പോകുന്നത് ആണോ? കറക്റ്റ് 150 മീറ്റർ ഉണ്ട്. ശരിയാണോ? ശരിയാ. ആ സ്വപ്നത്തിൽ കണ്ട വസ്തു എന്താണോ കണ്ടത് അത് നേടിയെടുത്ത് തരാൻ പോവാ. ആ ഏറിയെന്ന് നിങ്ങൾ വിറ്റത്, മനസ്സ് തകർന്ന നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അമ്മാമ്മയുടെ പേര് ചെറുതായിട്ടല്ല തകർന്നത്, അത് വിറ്റതിൻ്റെ ആ മാനസിക വിഭ്രാന്തി നിങ്ങൾക്ക് നാളുകൾ കഴിഞ്ഞാ മാറിയത്. ആണോ ചാ? വിറ്റത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം, എളുപ്പത്തിൽ പറയാം. ഞാൻ ഇവിടെ നിന്ന് 2 വഴി കാണുന്നു. ഈ വലത്തോട്ട് പോകുന്ന വഴിയിലാണോ ഈ വീട്? ഈ പറയുന്ന റോഡിൽ കൂടെ മുന്നോട്ട് 150 മീറ്റർ വന്നിട്ട് വലത്തോട്ടൊരു വഴി കാണുന്നുണ്ട്. അത് തന്നെയാണോ? ഇടത്തോട്ടൊരു വഴിയുണ്ട്, വലത്തോട്ടൊരു വഴിയുണ്ട്. ഇടത്തെ വഴിക്കാന്ന് പോണേ. ഇടത്തെ വഴിക്ക് പോയി അങ്ങനെ പറ. അങ്ങനെ ഇങ്ങനെ കിടന്ന് കുഴഞ്ഞു മറിയുന്ന ഇത്. വലത്തോട്ട് കാണുന്ന, ഇടത്തോട്ടും കാണുന്നത്. കയറി അവിടെ ചെന്ന് കുറേയേറെ വീടുകളുണ്ടല്ലോ ഇവിടെ. കുറേയേറെ വീടുകളുണ്ട്. അതിൽ നിങ്ങളുടെ വീട് ഇതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാനോ? ഓൾറെഡി 1, 2, 3 ഈ വഴിയിൽ നിന്ന് 1, 2, 3, 4. ഈ 6ാമതിരിക്കുന്ന വീട് നിങ്ങളുടെ വീടാണോ? 6ാമതിരിക്കുന്ന വീട് നിങ്ങളുടെ വീടാണോ? കുറേയേറെ വീടുകൾ കാണുന്നു. അതിനകത്ത് ഒരു ഇളം മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ച് നിങ്ങളുടെ വീട് അതാണ്. കാരണം ഒത്തിരി വീടുകളുണ്ട് അവിടെ. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ടവിടെ. ഇത് ഇളം മഞ്ഞ കളർ അടിച്ചൊരു വീട്, അതാണോ നിങ്ങളുടെ വീട്? പക്ഷെ അതിന്റെ പെയിന്റ് പോലും അവർ അടിച്ചിട്ടില്ല, അതുപോലെ ഇരിപ്പുണ്ട്. അതുപോലെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ വീടിന്റെ മുറ്റത്തോട്ട് കയറും. അവരുടെ വീടിന്റെ മുറ്റത്തോട്ട് കയറുന്നില്ല. ഞാൻ ദൂരെ നിന്ന് നോക്കാം. ഇതിപ്പോൾ വല്ലോരുടെ വീടാണ്, നിങ്ങളുടെ വീടല്ല. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം ഞാൻ സ്റ്റെപ്പൊക്കെ കാണുന്നതുകൊണ്ട് ചോദിച്ചതാണ്. സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് കയറണതൊക്കെ കാണുന്നു ഞാൻ. ഓക്കെ, ഞാൻ കയറുന്ന റോഡിൽ നിന്ന്
ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയതൊഴിച്ചാൽ 1, 2, 3 മുറിയാണോ ഇതിനകത്ത്? എത്ര മുറിയുണ്ട്? 6 ബെഡ്റൂമാണോ? അയ്യോ, 2 നില. ഞാൻ താഴെ ഒരു താഴെ 3 മൂന്ന് ബെഡ്റൂം. താഴെ 3 മുറിയേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇത് ലക്ഷങ്ങൾ എറിഞ്ഞതാണല്ലോ ഇത്. ഈ പണിക്ക് നല്ല പൈസ ആയിട്ടുണ്ട്. ആദ്യം താഴത്തെ നിലയായിരുന്നോ പണിതത്? അതിനുശേഷമാണ് മേളത്തെ നില പണിയുന്നത്. മേളത്തെ നില പണിതോടുകൂടിയാണ് നമ്മൾ ഇച്ചിരി ഷെഡിലായത്, ആണോ? അതെ അതെ. കാരണം താഴത്തെ നില പിന്നെ മേളത്തെ എങ്ങനെ കാണിക്കുന്നത്? താഴെ 3 മുറി. ഞാനൊരു സംശയം കൂടെ അങ്ങ് ചോദിക്കുക. മേളിൽ ഒരു 3 മുറിയുണ്ട്. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇതുപോലെ പെയിങ് ഗസ്റ്റിനും കൊടുക്കാൻ വല്ലതും? അങ്ങനെ. കാരണം ഇതിന്റെ പണി അങ്ങനാ. ഞാൻ ഈ വീട് കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ പണി അങ്ങനെ. കാരണം മേളിൽ ഒരു കുടുംബം താമസിക്കുന്നു, അത് വാടകയ്ക്ക് കൊടുക്കാനുള്ള. നേരത്തെ നിങ്ങൾ താഴെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്? കാരണം ഇതിന്റെ സ്റ്റെപ്പ് അങ്ങനാ പോകുന്നത്. വെളിയിൽ കൂടെ സ്റ്റെപ്പ് ഇതിന്റെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ കാര്യം അതാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് അത്രയുണ്ട്. വസ്തു പക്ഷെ ഒത്തിരിയില്ല. അതിന് 15 സെന്റ്. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കി ഒന്നും തോന്നുകയില്ല. പക്ഷെ ഫ്രണ്ടിൽ നോക്കിയിട്ട് വസ്തു ഒന്നും തോന്നുന്നില്ല എനിക്ക്. ബാക്കിലോട്ടാണ് വസ്തു. എനിക്ക് ബാക്കിലോട്ട് പോകാൻ അവരുടെ വീടിന് അനുവാദം ഇല്ലാത്തതുകൊണ്ട് പോകുന്നത്. അതിനോട് ചേർന്നൊരു വീട് കൂടെ കാണുന്നുണ്ട്. ആണോ? അത് പുള്ളി വെച്ച വീടാണോ? അത് ബാക്കില് അതിനോട് ചേർന്നൊരു വീട് കൂടെ കാണുന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിത് ഒത്തിരി ഉണ്ടായിട്ട് തോന്നിയില്ല. ഓ, പുള്ളി വെച്ച വീടാണിത് ബാക്കില്. അത് പക്ഷെ അതും ഇതുപോലൊക്കെ തന്നെ ഇരിക്കുന്ന ഏകദേശം ഒരു പുള്ളി കച്ചവടക്കാരൻ വല്ലോ ആണോ? സ്വന്തം ആവശ്യം വെച്ചാണോ? ആണോ? താടിയെല്ലാം കണ്ടിട്ട് അതുപോലെ ഒരു ആണോ? വരുവാണ് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അതുപോലെ തന്നെ ഒരു ഫീല കണ്ടാൽ അതുപോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഈ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ വലതുവശത്തൊരു വസ്തു കിടപ്പുണ്ട്. ഉണ്ടോ? സ്വപ്നം കണ്ട വസ്തു കിടപ്പുണ്ട്. ഒരു 10 സെന്റോളം ഉണ്ട്. ഇത് ഉണ്ടോ? ഇതാണ് നമ്മൾ സ്വപ്നം കണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ അങ്ങേയറ്റത്തൊരു വേലിയായിട്ടിരിക്കുന്നത്. അതെ, അത് നിങ്ങൾക്ക് കിട്ടും. അഡ്വാൻസ് കൊടുക്കാൻ റെഡി ആയിക്കും. പോകാൻ സാധ്യതയില്ല, ഏജ് ഓവറാ. പോയാലോ? പോവോ? പാസ്പോർട്ട് എടുത്തോണ്ടോ? നിങ്ങളുടെ മക്കളുടെ പേര് ഒരു നാളിന്റെ പേരുള്ള എന്തുവാ? 2 നാളാണോ? ഈ വൈശാഖം എന്ന് പറയുന്ന നാളുണ്ടോ? വിശാഖത്തിനാണ് ഈ വൈശാഖം എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം അറിയാം. ഞാൻ എസ് എന്നൊരു പേരൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എസ് എന്ന് ചേർത്ത പേര്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു ബാബു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കായിരുന്നത്. ശങ്കരൻ.
യേശുവിന്റെ നാമത്തിൽ ഇത് വേണ്ട. ഇതല്ലേ പുതിയത്? അതിനി എന്തിനാ? ലൈസൻസ് ഉണ്ടല്ലോ. സൗദിക്ക് പോന്നു, തിരിച്ചു പോകണം. അടിക്കാൻ പോ സീല്, ടാക്സി ഡ്രൈവറായിട്ടാ. അടിക്കട്ടെ, അടിക്കട്ടെ. യേശുവിനത് സീലടിക്കും. ഫെബ്രുവരി ലാസ്റ്റോട് കൂടി ഒരു മാർഗം വരും. മാർച്ച് അവസാനത്തോടു കൂടി തിരിച്ചു കയറി പോകും. ഇത് വിൽക്കേണ്ട കാരണം ഞാൻ പറയുന്നില്ല, അതിവിടെ വെച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വിറ്റത് മണ്ടത്തരം, വിറ്റത് അവിടെ ഞാൻ പറയുന്നില്ല, ഇവിടെ നോക്കിയേ പറയത്തുള്ളൂ. കാരണം മനസ്സിലായി കാണുമല്ലോ. വിറ്റത് ഇത് ഓപ്ഷൻ അല്ലായിരുന്നു, ഓപ്ഷൻ വേറൊന്നുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കരുതൽ വെച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ല, അറിയാതെ പോയി. ഇനി അങ്ങനല്ല. ഇതിൽ ഈ രേവതി എന്ത് ചെയ്യുന്നു? അവളോട് പറഞ്ഞേരം അവിടെ മുന്നേ ദൈവം ഒരു വാതിൽ തുറക്കാൻ പറഞ്ഞു. ചതറിപ്പോയതിനെ ചേർത്ത് വെക്കുമെന്ന് കർത്താവ് പറയാം. മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായി? ഇനി ഞാൻ പറയണ്ടല്ലോ. ചതറിയതിനെ ദൈവം ചേർത്ത് വെക്കും. വൈശാഖ് അവനെന്തോ ചെയ്യുന്നു? അവനും ബഹറില്ല. ഒരു സ്ഥാനക്കയറ്റം ദൈവം അവന് ഒരുക്കും. 6 മാസത്തിനകം ദൈവം സെറ്റിൽ ചെയ്യും. കുറിച്ചിട്ടോ 2025 7-ാം മാസം ഈ വസ്തു വാങ്ങിക്കും, എഴുതും, നിങ്ങളുടെ പേരിൽ എഴുതും. കർത്താവ് അതിന് തുണ. അതിനു വേണ്ടിയുള്ള ചിലതൊക്കെ ദൈവം അവിടുന്ന് വൈശാഖ വഴി സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ട്. അച്ചാൻ വഴി അത് സെറ്റിലാകും. ഈ ദൈവത്തെ മുറുകെ പിടിക്കുക. എന്തോ ചെയ്യുക? മുറുകെ പിടിക്കുക. വേറെ ഏത് മാർഗത്തിൽ പോയിട്ടും തകർച്ച വന്നില്ലയോ? ഇനി രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങളാ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ എപ്പോൾ രക്ഷപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ പോലെ രക്ഷപ്പെട്ടില്ല. നമ്മുടെ പേര് തന്നെ അങ്ങ് മാറ്റിക്കോ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഊളവാക്കിയെടുക്കുന്ന ദൈവമാ. അവന്റെ പേരാ യേശു. അവിടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കാണാം നമുക്ക്. പോയിരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സീലടിച്ചില്ലയോ പാസ്പോർട്ട്? ഇനി നീ ടെൻഷൻ അടിക്കണ്ട. 4 വട്ടം തോറ്റത് 5-ാം വട്ടം ദൈവം നിന്നെ ജയിപ്പിക്കും. നീ ജയിച്ച് UK പോകണം. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ കാണുന്നവർ ശ്രദ്ധയ്ക്ക്. ചൊവ്വാഴ്ച തിരുവല്ല, വെള്ളിയാഴ്ച ചെങ്ങന്നൂര്, വ്യാഴാഴ്ച എറണാകുളം, ഞായറാഴ്ച ചെങ്ങന്നൂര്. വാഴും. പ്രാർത്ഥിക്കുന്നവൻ വാഴും. പ്രാർത്ഥിക്കുന്നവൻ തീച്ചൂളക്കകത്ത് വാഴും. പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല. അവൻ വാഴും.